ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച രീതിയിൽ കേസുകൾ അന്വേഷിക്കുന്ന ഒരു അന്വേഷണ സംഘമാണ് നമ്മുടെ കേരള പോലീസ്. നമുക്കെല്ലാവർക്കും ഒരേപോലെ ആ കാര്യത്തിൽ അഭിമാനിക്കുകയും ചെയ്യാം. ഇന്ന് ഓരോ കേസുകൾ അന്വേഷിക്കുമ്പോഴും ആ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന് ഒരുപാട് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ലഭ്യമാണ്. പക്ഷേ ഒരു 20 വർഷം പിറകോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നുള്ള പോലെയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒന്നും തന്നെ അന്ന് ലഭ്യമായിരുന്നില്ല. നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഏകദേശം 30 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കേസ് അന്വേഷണത്തെ കുറിച്ചാണ്. ഇന്നുള്ള പോലെയുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയും അന്ന് ലഭ്യമായിരുന്നില്ല. ഒരു സ്ത്രീയുടെ, ഒരു വീട്ടമ്മയുടെ കൊലപാതകമായിരുന്നു ഈ സംഭവം. പറയത്തക്ക തെളിവുകളോ സാക്ഷികളോ ഒന്നും തന്നെ ആ കേസിൽ ഉണ്ടായിരുന്നില്ല. പോലീസ് എത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പോലീസിന് ആ വീട്ടിൽ നിന്ന് ആകെ ലഭ്യമായ തെളിവ് എന്ന് പറയുന്നത് പകുതി കത്തിയ ഒരു ഉടുമുണ്ടായിരുന്നു. ആ ഉടുമുണ്ടിൽ കുറച്ച് രോമഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ആ ഉടുമുണ്ടും അതിലെ രോമഭാഗങ്ങളും വെച്ചുകൊണ്ട് നമ്മുടെ കേരള പോലീസ് അതിവിദഗ്ധമായിട്ട് അതിലെ യഥാർത്ഥ പ്രതികളെ പിടികൂടുകയും ചെയ്തു. അതും ഈ കൊലപാതകം നടന്ന വെറും 2 ദിവസത്തിനുള്ളിൽ തന്നെ. ഒരുപാട് ആകാംക്ഷയോടെ തന്നെ നമുക്ക് ഏറ്റിരിക്കാൻ സാധിക്കുന്ന ഒരു അന്വേഷണം തന്നെയാണിത്. ഈ കേസിന് കാരണമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത് തിരുവനന്തപുരം ജവഹർ നഗറിൽ 1989 മാർച്ച് 26-ാം തീയതിയാണ്. ഈ ജവഹർ നഗർ എന്ന് പറയുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഭാനുമതി എന്ന പേരുള്ള 63 വയസ്സുള്ള സ്ത്രീയാണ് വീട്ടിനുള്ളിൽ തന്നെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ ഭാനുമതിയുടെ യഥാർത്ഥ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം പുനലൂരാണ്. അവർക്ക് വ്യവസായ വകുപ്പിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി കിട്ടുകയും ഭർത്താവുമൊത്ത് ഇവിടെ ജവഹർ നഗറിൽ വന്ന് സ്ഥിരമായിട്ട് ഒരു വീടെടുത്ത് താമസം ആരംഭിക്കുകയും ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരണപ്പെട്ടു. ഭാനുമതി പിന്നീട് ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് ജീവിച്ചു പോന്നിരുന്നത്. ഈ ഭാനുമതിയെ ജോലിയുടെ ആവശ്യങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ആ വീട്ടിലേക്ക് ഒരു സ്ത്രീ വരും. അങ്ങനെ പതിവ് പോലെ മാർച്ച് 26-ാം തീയതി രാവിലെ ആയപ്പോൾ ആ സ്ത്രീ ആ വീട്ടിലേക്ക് വരികയാണ്. അതിന് മുൻവശത്തെ വാതിൽ അവിടെ ചാരിക്കിടക്കുകയാണ്. ആ സ്ത്രീ 2-3 തവണ കോളിംഗ് ബെൽ അടിച്ചു. ആരും തന്നെ ഭാനുമതി ആ വീടിന്റെ വാതിൽ തുറക്കുന്നില്ല. അങ്ങനെ വീടിന്റെ വാതിൽ തള്ളി നോക്കിയപ്പോൾ ആ കതക് അവിടെ തുറന്നു കിടക്കുകയാണ്. അങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ TV വെച്ചിട്ടുണ്ട്. ഭാനുമതി എന്ന് വിളിക്കുന്ന ആ സ്ത്രീ ആ TVയുടെ മുൻപിൽ തന്നെ ഇരിപ്പുണ്ട്. 2-3 തവണ ആ വേലക്കാരി ഭാനുമതി വിളിച്ചിട്ട് അനക്കമൊന്നുമില്ല. അങ്ങനെ അടുത്ത് നോക്കിയപ്പോൾ ആ ശരീരത്ത് തട്ടി നോക്കി, അപ്പോഴും അനക്കമില്ല. അങ്ങനെയാണ് ആ സ്ത്രീക്ക് മനസ്സിലാകുന്നത് ഭാനുമതി എന്ന് വിളിക്കുന്ന ആ 63 വയസ്സുകാരി അവിടെ കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. ഉടൻ തന്നെ ആ വേലക്കാരി പുറത്തേക്ക് ഇറങ്ങി അയൽവാസികൾ എല്ലാവരും തന്നെ ആ സംഭവ സ്ഥലത്തേക്ക് വിളിച്ചു കൂട്ടി. അങ്ങനെ അയൽവാസികൾ എല്ലാവരും തന്നെ ആ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. ആ അയൽവാസികളുടെ കൂട്ടത്തിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഉണ്ടായിരുന്നു. ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു. പോലീസുകാരെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പോലീസ് നോക്കുമ്പോൾ ഈ ഭാനുമതി അവിടെ മരണപ്പെട്ട് കസേരയിൽ ഇരിക്കുകയാണ്. TV അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുമുണ്ടോ. ഈ ഭാനുമതിയെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അവരുടെ കഴുത്തിൽ ഇങ്ങനെ വരിഞ്ഞു മുറുക്കിയതിൻ്റെ കൃത്യമായിട്ടുള്ള പാടുകൾ കാണാൻ സാധിക്കുന്നുമുണ്ട്. ആ വീട്ടിൽ എന്തായാലും മോഷണം നടന്നിട്ടുണ്ട്. കാരണം ഓരോ മുറി നോക്കുമ്പോഴും അതൊക്കെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് എന്തൊക്കെയോ ഇങ്ങനെ വലിച്ചെറിഞ്ഞ അവസ്ഥയിൽ കൃത്യമായിട്ട് പോലീസിന് കാണാൻ സാധിക്കുന്നുമുണ്ട്. ആ വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്, അതാണ് പോലീസ് ഏറ്റവും ആദ്യം നോക്കിയത്. ഈ 26-ാം തീയതി രാവിലെ അല്ലെങ്കിൽ 25-ാം തീയതി സംശയ സാഹചര്യത്തിൽ ഒരാൾ പോലും ആ വീട്ടിലേക്ക് വന്നതായിട്ട് അയൽവാസികൾ ആരും തന്നെ കണ്ടിട്ടില്ല. അങ്ങനെ ഫോറൻസിക് ഉദ്യോഗസ്ഥരും മെഡിക്കൽ ലീഗൽ അഡ്വൈസറും സംഭവ സ്ഥലത്തേക്ക് എത്തി. അന്നത്തെ മെഡിക്കൽ ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്നത് ഡോക്ടർ ഉമാദത്തനായിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് ആ വീടും പരിസരമൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ആ വീടിന്റെ പിൻവശത്ത് നിന്ന് പോലീസിന് ഒരു ഉടുമുണ്ട് കിട്ടി. ആ ഉടുമുണ്ട് പാതി കത്തിയ അവസ്ഥയിലായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് ഡോക്ടർ ഉമാദത്തൻ പരിശോധിക്കുകയാണ്. ഒരുപക്ഷെ കൊലപാതകത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച മുണ്ടായിരിക്കാം അത്. അതുകൊണ്ടായിരിക്കും തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് കത്തിച്ച് കളഞ്ഞിട്ടുള്ളത്. എന്നാൽ അത് പാതി മാത്രമേ കത്തിയിട്ടുള്ളൂ. അത് വളരെ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ ആ മുണ്ടിന്റെ പല ഭാഗത്തും അത് തയ്ച്ചു വെച്ചിരിക്കുന്ന പാടുകൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുമുണ്ട്. ഒരു സ്റ്റിച്ചിങ് മെഷീൻ, തയ്യൽ മെഷീൻ ഉപയോഗിച്ചാണ് അത് തയ്ച്ചു വെച്ചിരിക്കുന്നത്. കാരണം ആ രീതിയിലാണ് അതിൻ്റെ തയ്യലുകൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഡോക്ടർ ഉമാദത്തൻ ഒരു കാര്യം വളരെ ഉറപ്പിച്ച് പറയുകയാണ്, ഏതെങ്കിലും ദാരിദ്ര്യം പിടിച്ച ഒരാളായിരിക്കും ഈ കൊലപാതകം ചെയ്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഉടുമുണ്ട് 10-ൽ കൂടുതൽ തവണ തയ്ച്ചു വെക്കുന്ന പറയുന്നത് സാധാരണഗതിയിൽ ആരും ചെയ്യാത്ത ഒരു കാര്യം തന്നെയാണ്. അതുകൂടാതെ അയാൾക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റിച്ചിങ് മെഷീൻ കാണും. അല്ല എന്നുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുപോയിട്ട് ഒരു സാധാരണക്കാരൻ ഒരു ഉടുമുണ്ട് 10-ൽ കൂടുതൽ തവണ തയ്ച്ചു വെക്കുക എന്ന് പറയുന്നത് ആരും അങ്ങനെ ചെയ്യാത്ത കാര്യം തന്നെയാണ്. ആ മുണ്ട് വളരെ വിശദമായിട്ട് ഡോക്ടർ ഉമാദത്തൻ സംഘവും പരിശോധിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ആ മുണ്ടിൽ നിന്ന് കുറച്ച് രോമഭാഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു. ആ രോമഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയപ്പോൾ അത് ഒരാളുടെ രോമഭാഗമല്ല, 2 വ്യക്തികളുടെ ശരീരത്തെ രോമഭാഗങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ പോലീസിന് ഒരു കാര്യം വളരെ ഉറപ്പായി,
ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. അങ്ങനെ പോലീസ് ആ വീടിന്റെ ഓരോ മുറിയും കൃത്യമായിട്ട് പരിശോധിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് ചായ ഗ്ലാസും അതേപോലെ തന്നെ പലഹാരങ്ങൾ പ്ലേറ്റിൽ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് പോലീസിന് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ കൊലപാതകം നടന്ന ആ സമയത്ത് ഏതെങ്കിലും അതിഥികൾ ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ? ഒരു പക്ഷേ മോഷ്ടാക്കളല്ല ആ വീട്ടിലേക്ക് എത്തി ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. മോഷ്ടാക്കളാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കടക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. പക്ഷേ ആ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ആ വാതില് കുത്തിപ്പൊളിച്ചതിന്റെ ഒരു സൂചനയും അവിടെ കാണാനില്ല. നേരെ മറിച്ച് അവിടെ അതിഥികളെ സൽക്കരിച്ച പോലെ ചായ ഗ്ലാസുകളുണ്ട്, അതേപോലെ തന്നെ പലഹാരങ്ങൾ എടുത്തു വെച്ച പാത്രങ്ങളുമുണ്ട്. അതുകൂടാതെ ഈ ഭാനുമതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് TV ഓണായ സമയത്താണ്. TV അവിടെ ഓണാണ്. അതുകൂടാതെ TV-യിലേക്ക് നോക്കിയാണ് ഭാനുമതി അവിടെ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. ഭാനുമതിയുടെ ഏതെങ്കിലും അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പരിചയക്കാരോ ബന്ധുക്കളോ ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ? ഒന്നിൽ കൂടുതൽ ആൾക്കാർ അവർ ചേർന്നുകൊണ്ടാണ് ഈ ഭാനുമതിയെ കൊലപ്പെടുത്തിയത്. അവർ ആ വീട്ടിലേക്ക് എത്തിയ സമയത്ത് ഭാനുമതി ആ വീടിന്റെ വാതിൽ തുറന്നു കൊടുക്കുകയും ആ സംഘം ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് അവരെ സൽക്കരിക്കുകയും ചെയ്തു. അവരെല്ലാവരും ചേർന്നുകൊണ്ട്, ഭാനുമതി ഉൾപ്പെടെ എല്ലാവരും ചേർന്നുകൊണ്ട് TV-യിൽ അവിടെ എന്തെങ്കിലും കാഴ്ചകൾ അവിടെ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. ആ സമയത്തായിരിക്കും പിന്നിൽ നിന്നെത്തിയിട്ട് ഈ ഭാനുമതിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഭാനുമതി ആ കസേരയിൽ തന്നെ അങ്ങനെ അനങ്ങാതെ ഇരിക്കുകയും ചെയ്തത്. ഇത് പോലീസിന്റെ ഒരു നിഗമനം മാത്രമായിരുന്നു. അത് ശരിയുമായിരിക്കും. കാരണം ഒരു പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ ഈ ഭാനുമതി അവിടെ കതക് തുറന്നു കൊടുക്കുകയോ അവരെ അകത്തേക്ക് കയറ്റിയിരുത്തി സൽക്കരിക്കുകയോ അവരുടെ ഒപ്പം ഇരുന്ന് TV കാണുകയോ ചെയ്യുകയില്ല. ആ സമയത്ത് ഒരു അയൽവാസിയുടെ മൊഴി വളരെ നിർണായകമായിട്ട് മാറുകയും ചെയ്തു. അയൽവാസി പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. മാർച്ച് 25 വൈകുന്നേരം, അതായത് ഭാനുമതി കൊല്ലപ്പെടുന്നതിന് തലേദിവസം വൈകുന്നേരം സമയമായപ്പോൾ 2 യുവാക്കൾ, ഏറിപ്പോയി കഴിഞ്ഞാൽ അവർക്കൊരു 20 വയസ്സേ പ്രായമുണ്ടാകുകയുള്ളൂ. ആ 2 യുവാക്കൾ ആ വഴിയിലൂടെ നടന്നു പോകുന്നത് ആ വ്യക്തി കണ്ടിരുന്നു. ഭാനുമതി വീട്ടിലേക്ക് അവർ കയറി പോകുന്നതോ ഇറങ്ങി പോകുന്നതോ ആ വ്യക്തി കണ്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ 2 യുവാക്കളും ആ നാട്ടിലുണ്ടായിരുന്ന ആളുകൾ അല്ല. പോലീസിന് ഒരു കാര്യം വളരെ ഉറപ്പാണ്, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടാണ് ഭാനുമതിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ആ അയൽവാസി കണ്ട ആ യുവാക്കളാകാം ഈ കൊലപാതകം ചെയ്തത്. അതും ഒരു ഊഹം മാത്രമാണ്. കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന് അപ്പോഴും ലഭ്യമായിട്ടില്ല. ഈ ഭാനുമതിക്ക് ഏതാണ്ട് 63 വയസ്സാണ് പ്രായം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ആ 2 യുവാക്കളുടെ പ്രായം അയൽവാസി പറഞ്ഞനുസരിച്ച് ഏതാണ്ട് 20 വയസ്സാണ് ഏറിപ്പോയി കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഭാനുമതിയുടെ സുഹൃത്തുക്കളല്ല, നേരെ മറിച്ച് പരിചയക്കാരാകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം തീർച്ചയാണ്, ആ 2 യുവാക്കളും ഭാനുമതിയുടെ ബന്ധുക്കൾ തന്നെയാണ്. അങ്ങനെ കൊല്ലം പുനലൂരിലുള്ള ഈ ഭാനുമതിയുടെ വീടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണ സംഘം അവിടെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ആ സമയത്ത് ഈ ഭാനുമതിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഭാനുമതിയുടെ വീട്ടിലേക്ക് എത്തി ഭാനുമതിയുടെ ഒരു ബന്ധുവിനെ പരിചയപ്പെടുകയും ആ ബന്ധു വഴി ആ കുടുംബത്തിലുള്ള ഓരോ യുവാക്കളെ കുറിച്ച് കൃത്യമായിട്ട് പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ആ കുടുംബത്തിൽ, അതായത് ഭാനുമതിയുടെ കുടുംബത്തിൽ ആകെ 10 യുവാക്കളാണ് ഉണ്ടായിരുന്നത്. ആ 10 പേരിൽ 4 പേര് വിദേശത്ത് ജോലി ചെയ്യുകയാണ്. ബാക്കി നാട്ടിലുള്ളത് 6 പേരാണ്. അപ്പോൾ പോലീസ് ചോദിച്ചു, ആ 6 പേരിൽ ആർക്കെങ്കിലും തയ്യൽ അറിയാമോ? അപ്പോൾ ബന്ധു പറഞ്ഞു, ഈ 6 പേരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് നന്നായിട്ട് തയ്ക്കാൻ അറിയാം. അവൻ്റെ വീട്ടിൽ സ്വന്തമായിട്ട് ഒരു തയ്യൽ കടയുമുണ്ട്. ആ യുവാവിൻ്റെ പേര് ബിജു എന്നാണ്. അവന് വെറും 18 വയസ്സ് മാത്രമാണ് പ്രായം. അങ്ങനെ ബിജുവിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ബിജുവിൻ്റെ മാതാപിതാക്കളോട് അയാളെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് അറിയാം. അപ്പോൾ ബിജുവിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. 2 ദിവസം മുന്നേ തന്നെ അവൻ്റെ അടുത്ത സുഹൃത്തും അതേപോലെ തന്നെ ബന്ധുവുമായിട്ടുള്ള സജീവനുമായിട്ട് ബിജു എറണാകുളത്തേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ടാണ് പോയതെന്ന് കൃത്യമായിട്ട് അറിയില്ല. പോലീസിന് ചില സംശയങ്ങൾ തോന്നി. അങ്ങനെ ബിജുവിൻ്റെ അയൽവാസികളോട് ഈ കാര്യങ്ങൾ സത്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോലീസ് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു അയൽവാസി പറയുകയാണ്, ഈ കഴിഞ്ഞ ദിവസം വൈകുന്നേരം പോലും ബിജു ആ വീട്ടിലേക്ക് വന്നിരുന്നു. ഒരു സുഹൃത്തുമായിട്ടാണ് ആ വീട്ടിലേക്ക് എത്തിയത്. ഉടൻ തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. ബിജു പുറത്തേക്ക് പോയ സമയത്ത് കയ്യിലൊരു പെട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസ് തോന്നിയാണ് ആ കയ്യിലുള്ള പെട്ടി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഭാനുമതിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ആ പണമോ സ്വർണത്തിന്റെ ആഭരണങ്ങളോ ആകാം. അപ്പോൾ പോലീസിന് ഒരു കാര്യം വളരെ ഉറപ്പായി, ബിജു എന്തായാലും എറണാകുളത്തേക്ക് പോയിട്ടില്ല. ഈ ബിജുവും സജീവനും ആ വീടിന്റെ പരിസരത്ത് തന്നെ എവിടെയോ ഒളിച്ച് താമസിക്കുകയാണ്. അങ്ങനെ ആ വീടിന്റെ പരിസരങ്ങളും അതേപോലെ തന്നെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തുകയാണ്. അങ്ങനെ ഒടുവിൽ ഈ ബിജുവിനെയും സജീവനെയും കൊട്ടാരക്കരയിലെ ഒരു ലോഡ്ജിൽ നിന്ന്
കണ്ടെത്തുകയും ചെയ്തു. രണ്ടുപേരെയും പോലീസ് ചോദ്യം ചെയ്തു. രണ്ടുപേർക്കും വെറും 18 വയസ്സ് മാത്രമാണ് പ്രായം എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടുപേരും പറയുകയാണ് തങ്ങൾ രണ്ടുപേരും ചേർന്നുകൊണ്ട് തന്നെയാണ് ഭാനുമതിയെ കൊലപ്പെടുത്തിയത്. ഇനി അറിയേണ്ടത് ആ രണ്ടുപേർ ചേർന്നുകൊണ്ട് 18 വയസ്സ് മാത്രം പ്രായമുള്ള ആ രണ്ട് യുവാക്കൾ ചേർന്നുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഭാനുമതിയെ കൊലപ്പെടുത്തിയത്? അതിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു. ഈ ഭാനുമതിയുടെ അടുത്ത ബന്ധുക്കളാണ് ഈ ബിജുവും സജീവനും. ഭാനുമതി വളരെ വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്ത് ജോലി ചെയ്ത് വരികയായിരുന്നു. ഭാനുമതിയുടെ ഭർത്താവ് അതിനിടയിൽ മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ അവർ റിട്ടയർഡ് ആയിട്ടും വളരെ വർഷങ്ങളോളം ആ വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അങ്ങനെ ഭാനുമതി ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. വളരെ വർഷങ്ങളായിട്ട് താൻ തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും അവിടുത്തെ ജീവിതം പൂർണ്ണമായിട്ട് മടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ബാക്കിയുള്ള ജീവിതം എന്ന് പറയുന്നത് കൊല്ലം പുനലൂരിലുള്ള തൻ്റെ ആ കുടുംബത്തോടൊപ്പം തന്നെ ജീവിക്കാം. അതിനു വേണ്ടിയിട്ട് തിരുവനന്തപുരത്തുള്ള ആ വീട് വിൽക്കുന്ന വിവരങ്ങൾ ബന്ധുക്കളോട് പറയുകയും ചെയ്തു. അങ്ങനെ ഈ കാര്യങ്ങൾ ബിജുവും സജീവനും കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ബിജുവും സജീവനും ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഈ തിരുവനന്തപുരത്തെ ആ വീട് വിറ്റ് കഴിഞ്ഞാൽ ഭാനുമതിയുടെ പേരിൽ ഒരുപാട് പണം വന്നു ചേരും. ഒരുപക്ഷെ അവർ ആ വീട് വിറ്റിട്ടുണ്ടെങ്കിൽ ആ സ്വത്ത് മുഴുവൻ, ആ പണം മുഴുവൻ ആ വീട്ടിൽ തന്നെ ഉണ്ടാകുകയും ചെയ്യും. അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഭാനുമതിയെ കൊലപ്പെടുത്താനായിട്ട് ആ രണ്ട് ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് തീരുമാനിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് തിരുവനന്തപുരത്തുള്ള ഷാനവാസ് എന്ന് വിളിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ തന്നെ മാർച്ച് 25-ാം തീയതി വൈകിട്ട് ഈ രണ്ട് ചെറുപ്പക്കാരും ആ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. ഈ ഭാനുമതിയുടെ വളരെ അടുത്ത ബന്ധുക്കളാണ് ഈ രണ്ട് ചെറുപ്പക്കാർ. അതുകൊണ്ട് ഭാനുമതിയുടെ വീട്ടിലേക്ക് ഈ രണ്ട് ചെറുപ്പക്കാരും എത്തിയ സമയത്ത് അവർ കതക് തുറന്നു കൊടുക്കുകയും ആ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഈ രണ്ട് യുവാക്കളെയും വളരെ നല്ല രീതിയിൽ തന്നെ സൽക്കരിക്കുകയും ചെയ്തു. അങ്ങനെ TV ഓൺ ചെയ്ത് 3 പേര് ചേർന്നുകൊണ്ട് TV കണ്ടുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതിനിടയിൽ ഈ ബിജു പിന്നിലേക്ക് വരികയും കയ്യിൽ കരുതിയ ഒരു പഴയ മുണ്ടുപയോഗിച്ച് ഭാനുമതിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ആ കൊലപാതകം ചെയ്തതിനു ശേഷം ആ വീട് മുഴുവൻ അവിടെ അരിച്ചു പെറുക്കുകയാണ്. ആ പണം എവിടെയാണ് വെച്ചത് അതാണ് രണ്ടുപേരും ചേർന്നുകൊണ്ട് അന്വേഷിച്ചത്. പക്ഷേ ആ വീട് വിറ്റിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഉദ്ദേശിച്ച വലിയ പണമൊന്നും തന്നെ ആ വീട്ടിൽ നിന്ന് കിട്ടിയില്ല. കയ്യിൽ കിട്ടിയ പണവും ആഭരണമൊക്കെ ഒരു പെട്ടിയിലാക്കിയിട്ട് ആ വീട്ടിൽ നിന്ന് കടന്നു കളയുകയും ചെയ്തു. ആ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അവർ കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിച്ച ആ മുണ്ട് ആ വീടിൻ്റെ പിന്നിലേക്ക് കൊണ്ടുപോയിട്ട് കത്തിച്ച് പുറത്തേക്ക് വലിച്ച് എറിയുകയും ചെയ്തു. കാരണം ആ കത്തിക്കുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവർക്കെതിരെയുള്ള സാക്ഷികളായിട്ട് മാറും. അതുകൊണ്ടാണ് ആ മുണ്ട് കത്തിച്ചിട്ട് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. പക്ഷേ ആ മുണ്ട് പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ട് കത്തിയിരുന്നില്ല. ആ മുണ്ട് കത്താത്തതുകൊണ്ട് തന്നെ ഈ രണ്ട് ചെറുപ്പക്കാർക്കെതിരായിട്ടുള്ള നിർണായകമായിട്ടുള്ള തെളിവായിട്ട് അതവിടെ അവശേഷിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കേസിൽ പ്രതികളായിട്ട് ആകെ 3 പേരാണ് ഉണ്ടായിരുന്നത്. ബിജുവും സജീവനും അതേപോലെ തന്നെ അവരെ സഹായിച്ച ഷാനവാസും. അങ്ങനെ 3 പേരെയും പോലീസ് പിടികൂടുകയും ചെയ്തു. അവരുടെ കയ്യിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത പണവും സ്വർണ്ണ ആഭരണങ്ങളും പോലീസ് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ 3 പേർക്കും തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുകയും ചെയ്തു. വെറും 2 ദിവസം കൊണ്ട് മാത്രമാണ് കേരള പോലീസ് ഈ 3 പ്രതികളെ പിടികൂടുകയും ചെയ്തത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ സിജോ ജോൺ. സി യു.